വെൽക്കം ടു എക്സൽ PSC എഡ്യൂക്കേഷൻ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC നടത്തിയ ഫയർമാൻ പരീക്ഷ 13 മാർച്ച് 2022 ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ 18/2022. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് വായിക്കാം. പുന്നപ്ര വയലാർ സമരം, തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം, വാഗൺ ട്രാജഡി, കയ്യൂർ ലഹള. ഇതിനെ കാലഗണന അടിസ്ഥാനത്തിൽ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലാദ്യത്തേത് വാഗൺ ട്രാജഡിയാണ്. അതിൽ വർഷം 1921 നവംബർ 19. പിന്നെ രണ്ടാമത് കയ്യൂർ ലഹളയാണ്. അത് വർഷം 1941. മൂന്നാമതായി വരുന്നത് പുന്നപ്ര വയലാർ സമരം, വർഷം 1946 ഒക്ടോബർ. പിന്നെ നാലാമതായി എഴുതേണ്ടത് തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം, വർഷം 1949 ജൂലൈ 1. അപ്പോൾ അതാണ് കാലഗണന അടിസ്ഥാനത്തിൽ നമ്മൾ ക്രമീകരിക്കേണ്ടത്. അത് ഉത്തരം നിങ്ങൾ എ ആണ് അതിൽ ശരിയായ ഉത്തരം. ഇനി താഴെ കൊടുത്തിട്ടുള്ള ലിസ്റ്റുകൾ പരിഗണിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ലിസ്റ്റിൽ ആരൊക്കെയാണ്? പ്രധാനപ്പെട്ട കുറച്ച് സമര നേതാക്കളും അവർ സമരം നടത്തിയ സ്ഥലങ്ങളാണ് ലിസ്റ്റിൽ 1, 2, ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ക്രമരീതിയിൽ എഴുതാം. അപ്പോൾ റാണി ലക്ഷ്മിബായി ഏത് സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഝാൻസി ആണ്. പിന്നെ നാനാ സാഹിബ് കാൺപൂർ സമരവുമായിട്ടും, പിന്നെ കൻവർ സിംഗ് യിലാണ് സമരം നടത്തിയത്. അതുപോലെ ബഹദൂർ ഷാ സഫർ ഡൽഹിയിലുമാണ് സമരം നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ഡി ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അടുത്തത്, ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം. അപ്പോൾ ഈ ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം ഇതാണ്, നിസ്സഹകരണ സമരമാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഈ ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം നിസ്സഹകരണ സമരം. ഈ നിസ്സഹകരണ സമരം നിർത്താനുള്ള കാരണം നിങ്ങൾക്കറിയാമായിരിക്കും. ഈ ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. അവിടെ ഈ സമരക്കാർ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അത് തീയിടുകയും അതിൽ 22 ആളുകൾ മരിക്കുകയും ചെയ്ത ഒരു സംഭവത്തിന് മൂലമാണ് ഗാന്ധിജി ഈ നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായത്. അപ്പോൾ ഇതിന് ഉത്തരം ബി ആണ് രേഖപ്പെടുത്തേണ്ടത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ നവതി വർഷമാണ് 2021? അപ്പോൾ നാലാമത്തേൻ്റെ ഉത്തരം ഗുരുവായൂർ സത്യാഗ്രഹം, അത് വർഷം 1931 നവംബർ 1. പിന്നെ അതിൽ കുറച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. ജാലിയൻ വാലാബാഗ് ഉണ്ട്, വൈക്കം സത്യാഗ്രഹം ഉണ്ട്, ക്ഷേത്രപ്രവേശന വിളംബരമുണ്ട്. അപ്പോൾ അതിൻ്റെ വർഷങ്ങളും നോക്കാം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. അതുകൂടാതെ ക്ഷേത്രപ്രവേശന വിളംബരം വർഷം 1936 നവംബർ 12. അപ്പോൾ മഹാരാജ ശ്രീ ചിത്തിര തിരുനാളാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് അനുമതി നൽകിയത്. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രാജാറാം മോഹൻ റായിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ രാജാറാം മോഹൻ റായിയെ പറ്റിയിട്ടുള്ള തെറ്റായ പ്രസ്താവന ഇതാണ്. മൂന്നാമത്തേതാണ്. 1829 അദ്ദേഹം സതി നിർത്തലാക്കി എന്നതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന. ആക്ച്വലി ഈ സതി നിർത്തലാക്കിയത് വില്യം ബെൻഡിക്റ്റ് എന്ന ഒരു ഭരണകർത്താവാണ്. 1829 സതി നിർത്തലാക്കിയത്. അപ്പോൾ ഇതിൽ തെറ്റായ രാജാറാം മോഹൻ റായിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന 1829 അദ്ദേഹം സതി നിർത്തലാക്കി എന്നതാണ് തെറ്റായ പ്രസ്താവന. ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനം ഏത്? അപ്പോൾ അതിൽ 4 സമ്മേളനം കൊടുത്തിട്ടുണ്ട്. യാൾട്ട സമ്മേളനം, പാരീസ് സമ്മേളനം, സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം, പോസ്റ്റ്ഡാം സമ്മേളനം. അപ്പോൾ ഇതിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനം പാരീസ് സമ്മേളനമാണ്. അപ്പോൾ ഈ പാരീസ് സമ്മേളനം 1-ാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ടൊരു സമ്മേളനമാണ് ഈ പാരീസ് സമ്മേളനം. ബാക്കിയെല്ലാം ഐക്യരാഷ്ട്ര സംഘടനയുമായിട്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളാണ്.
ഇനി പാരീസ് സമ്മേളനത്തിൻ്റെ വർഷം 1919 to 20 ആയിരുന്നു. അതും കൂടി ഓർത്ത് വയ്ക്കുക. ഇനി 7ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കോണ്ടൂറിൻ്റെ നിർവചനം കണ്ടെത്തുക. അത് 4 ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖ അറിയപ്പെടുന്നതാണ് ഈ കോണ്ടൂർ രേഖ എന്നറിയപ്പെടുന്നത്. ഇനി 8ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഖാരിഫ് കൃഷിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം വാചകങ്ങൾ ശരിയെന്ന് കണ്ടെത്തുക. അപ്പോൾ ഈ 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, വിത്ത് വിതയ്ക്കുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലാണ്. അതുപോലെ തന്നെ നെല്ല്, ജോവർ, റാഗി, ബജ്ര എന്നിവ പ്രധാന കൃഷി ഇനങ്ങൾ. അപ്പോൾ പ്രധാനമായും ഈ വർഷക്കാലത്ത് കൃഷി ചെയ്യുന്ന കൃഷി രീതിയാണ് ഈ ഖാരിഫ് കൃഷിരീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് 9ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമം ഏതാണെന്നാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമം ഉടുമ്പൻചോല കൊടുത്തിട്ടുണ്ട്, പെരിങ്ങമല, വളപട്ടണം, പിന്നെ ഉളിയാഴ്ത്തുറ. അപ്പോൾ ഇതിലെ ഉത്തരം, ഏറ്റവും ജനസംഖ്യ കൂടിയ കേരളത്തിലെ ഗ്രാമം ഉളിയാർത്തുഴയാണ്, ഉളിയാഴ്ത്തുറ. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ഗ്രാമമുള്ളത്, ഉളിയാഴ്ത്തുറ. അതുപോലെ ഈ ഉളിയാഴ്ത്തുറയെക്കുറിച്ച് മറ്റൊരു ചോദ്യം കൂടി വരാം. മോസ്റ്റ് പോപ്പുലേറ്റഡ് വില്ലേജ് ഇൻ ഇന്ത്യ എന്ന് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉത്തരം എഴുതാം, ഉളിയാഴ്ത്തുറ. അവസാനത്തേത്, ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് ഏത് എന്നതാണ് 10ാമത്തെ ചോദ്യം. അപ്പോൾ അതിൽ ബാർബഡോസ് ഉണ്ട്, നമീബിയ ഉണ്ട്, സൗത്ത് സുഡാൻ ഉണ്ട്, കൊസവോ ഉണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക്കായത് ബാർബഡോസ് ആണ് ഉത്തരം. ഇതൊരു കരീബിയൻ രാജ്യമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൊരു ചെറിയ ദ്വീപാണ് ഈ ബാർബഡോസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഫയർമാൻ പരീക്ഷയിലെ മാർച്ച് 13-ാം തീയതി നടത്തിയ ഫയർമാൻ പരീക്ഷയിലെ 10 ചോദ്യോത്തരങ്ങൾ, പ്രധാനപ്പെട്ട 10 ചോദ്യോത്തരങ്ങൾ. ബാക്കിയുള്ള അടുത്ത ദിവസം തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ പലരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അത് ഞങ്ങൾക്കൊരു പ്രോത്സാഹനം കൂടിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.